നാസയും ഭാരതീയ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISROയും സംയുക്തമായി വികസിപ്പിച്ച നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ നിസാർ ഈ ദൗത്യത്തിൽ നിന്നുള്ള വിവരങ്ങളും ചിത്രങ്ങളും പൊതുജനങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായി ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുകയാണ് ISRO. ഭൂനിധി എന്ന അർത്ത് ഒബ്സർവേഷൻ ഡാറ്റ പോർട്ടൽ വഴിയാണ് നിസാറിന്റെ S-ബാൻഡ് റഡാർ ഡാറ്റ ISRO പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യഘട്ടമായ തമിഴ്നാട്ടിലെ നാഗപട്ടണം, അസമിലെ ബ്രഹ്മപുത്ര നദീതടം, അന്റാർട്ടിക്ക, ഗ്രീൻലാൻഡ്, ഇന്തോനേഷ്യ, ഐഡാഹോ തുടങ്ങിയ വിവിധ പ്രദേശങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. തീരദേശ സംരക്ഷണം, കൃഷിമേഖലയിലെ ആസൂത്രണം, പ്രകൃതി ദുരന്ത നിരീക്ഷണം തുടങ്ങിയവയ്ക്ക് ഈ വിവരങ്ങൾ സഹായകരമാകും. ഒറ്റ ഉപഗ്രഹത്തിൽ തന്നെ L-ബാൻഡ്, S-ബാൻഡ് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ഫ്രീക്വൻസികളാണ് റഡാറുകളാണ്. അത്തരത്തിലുള്ള റഡാറുകൾ ഉൾപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യമാണ് നിസാർ. 12 മീറ്റർ വീതിയുള്ള വൻകിട റിഫ്ലക്ടർ ആന്റിനയും സ്വീപ്സാർ എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഭൂമിയുടെ പ്രതലത്തിലെ 240 കിലോമീറ്റർ വീതിയുള്ള പ്രദേശം കൃത്യമായ ഹൈ റെസൊല്യൂഷനിൽ ചിത്രീകരിക്കാൻ ഇതിന് സാധിക്കും. ഭൂമിയിൽ നിന്ന് 747 കിലോമീറ്റർ ഉയരത്തിലുള്ള ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഈ ഉപഗ്രഹം ഓരോ 12 ദിവസത്തിലും ഭൂമിയിലെ ഒരു നിശ്ചിത സ്ഥലം വീണ്ടും സന്ദർശിച്ച് ചിത്രങ്ങൾ പകർത്തി അയച്ചു നൽകുന്നു. മേഘാവൃതമായ അന്തരീക്ഷത്തിലും രാത്രി സമയങ്ങളിലും തടസ്സമുണ്ടാവില്ല. ഭൂചലനങ്ങൾ, വെള്ളപ്പൊക്കം, ഹിമാനികളുടെ ചലനം, കൃഷിയിടങ്ങളിലെ മാറ്റങ്ങൾ ഇത് വളരെ കൃത്യമായി പകർത്താൻ നിസാറിന് സാധിക്കുമെന്നത് തന്നെയാണ് പ്രത്യേകത. 2026 ജൂലൈ 8 ആരംഭിച്ച സൈക്കിൾ 25 മുതലുള്ള എല്ലാ വിവരങ്ങളും പ്രോസസ് ചെയ്ത ഉടൻ തന്നെ പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാകുമെന്ന് ISRO വൃത്തങ്ങൾ അറിയിക്കുന്നു. ഷാദ് നഗറിലെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിൽ വെച്ചാണ് റഡാർ വിവരങ്ങൾ വിശകലനം ചെയ്യുന്നത്. ഭൂമിയിൽ ഉണ്ടാകുന്ന സൂക്ഷ്മമായ എന്തിനേയും കണ്ടെത്താൻ ഇതിന് സാധിക്കും. വിള്ളലുകൾ, മണ്ണിടിച്ചിൽ, ഗ്ലേസിയർ ചലനങ്ങൾ എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ജിയോ കോഡഡ് വിവരങ്ങളാണ് ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്. ആവശ്യക്കാർക്ക് ISROയുടെ ഭൂനിധി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തീയതിയും സ്ഥലവും നൽകി സൗജന്യമായി ഈ ഡാറ്റ പരിശോധിക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കഴിഞ്ഞ വർഷം വിക്ഷേപിച്ച നിസാർ ഉപഗ്രഹം അയച്ച ചിത്രങ്ങൾ ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയൊരു മാറ്റത്തിനാണ് വഴി തുറക്കുന്നത്. നിസാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മേഘങ്ങളെയും ചെറിയ മഴയും ഒക്കെ അതിജീവിച്ച് ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കും എന്നതാണ്. അതുകൊണ്ട് രാവും പകലും ഏത് കാലാവസ്ഥയിലും ഭൂമിയെ നിരീക്ഷിക്കാൻ ഇതിന് സാധിക്കും. മഞ്ഞുമലകൾ ഉരുകുന്നത്, വനങ്ങൾ നശിക്കുന്നത്, കാട്ടുതീ തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ ഭൂമിയും കാലാവസ്ഥയും ബാധിക്കുന്നു എന്ന് നിസാർ പഠിക്കും. ഇനി നിസാർ കണ്ണു തുറന്നിരിക്കുകയാണ്. ഭൂമിയുടെ ഓരോ ചലനവും നിസാർ ഒപ്പിയെടുക്കും. ഭാരതത്തിന്റെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാണ് നിസാർ എന്ന ഈ ഉപഗ്രഹം. ഓരോ ഇന്ത്യക്കാരനും നിസാറിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.